മാർച്ച് 6 കൊടുത്ത പരാതി ഇത് അന്വേഷിക്കാൻ ഇതുവരെ ഒരു EC മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ EC മീറ്റിംഗ് ഇന്നാണ്. അന്ന് എന്നോട് പറഞ്ഞിരുന്ന EC മീറ്റിംഗ് ഇന്നാണ് ഉണ്ടായത്. അപ്പം ഈ പരാതി ചർച്ച ചെയ്യാമെന്ന് അന്ന് പ്രസിഡന്റ് എനിക്ക് തന്ന വാക്കാണ്. അപ്പൊ അതിന് വിളിച്ചു വരുത്തിയതാണ്. ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിത്ത് എവിഡൻസ് ഞാനത് കാണിച്ചും കൊടുത്തിട്ടുണ്ട്. പല ഇൻസിഡന്റ് നടന്നത് ഞാൻ കാണിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി കമ്മിറ്റി തീരുമാനിക്കട്ടെ. ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവുമെന്ന് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാം. കമ്മിറ്റി എല്ലാ ഓഫീസിലും ഉണ്ടാവേണ്ടതാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവര് ഓരോ ഇൻസിഡന്റ് വരുമ്പം ഡിസിപ്ലിനറി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ തവണ കൂടിയല്ലോ. അതുപോലെ എന്തെങ്കിലും ഉണ്ടായി വന്നാലോ ഇന്നത്തെ മീറ്റിംഗിൽ അത് അറിയാൻ പറ്റുള്ളൂ. അത് അവരുടെ കാര്യമല്ലേ. അവരറിയാതെയാണ് ടെർമിനേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരറിയാത്തത്. ആരും അറിഞ്ഞിട്ടില്ല. പ്രസിഡന്റിനും സെക്രട്ടറിക്കും അയച്ച മെയിൽ, അതായത് ഒഫീഷ്യലി ഞാൻ അയച്ച മെയിലാണത്. അപ്പം ആ മെയില് പ്രസിഡന്റിനോട് ഞാൻ പേഴ്സണലി വീണ്ടും അയച്ചു. അത് മറ്റുള്ളവരുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാവണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത്രയും നീണ്ടുപോയത്. കമ്മിറ്റി അറിയാതെ പിരിച്ചുവിടാൻ പാടില്ല എന്നാണ് ബൈലോ പ്രകാരം ഉള്ളത്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഇനി കമ്മിറ്റി തീരുമാനം എടുക്കട്ടെ. അതെ, അറിഞ്ഞിട്ടില്ല എന്നാണ് പലരും പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് അവരുടെ തീരുമാനമല്ലേ, അവർ തീരുമാനിക്കട്ടെ. മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ അറിയാം. ഇത് പ്രതീക്ഷയുടെ കാര്യമല്ല. ഞാനിപ്പം അമ്മ ഓഫീസിൽ എന്നുള്ളത് ഒരു വലിയ പബ്ലിസിറ്റി ആണെന്നുള്ളത്. പല ഓഫീസിലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാനും എല്ലാവർക്കും വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇപ്പൊ വിക്ടിം കളിച്ച് സാധാപം മേടിക്കാനോ കോമ്പൻസേഷൻ മേടിക്കാനോ ഇതൊന്നും അല്ല എന്റെ കാര്യം. ഇത് ഇങ്ങനെ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്തായാലും മെനക്കെട്ടിതിലിറങ്ങി, ഞാൻ മെനക്കെട്ട് മുന്നോട്ട് തന്നെ പോകും, അത്രേ ഉള്ളൂ. അതെ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പലരും അവര് അറിയാവുന്ന കാര്യമാണല്ലോ. അവര് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഇനിയിപ്പോ ഞാനോ അവരോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവരറിഞ്ഞിട്ടില്ല എന്ന് അവര് തന്നെ പറയുന്നിടത്ത് പിന്നെ ഞാനെന്ത് പറയാനാ.